മുഖ്യമന്ത്രിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടെന്ന പി.ടി. കുഞ്ഞുമുഹമ്മദിനെതിരായ ലൈംഗിക അതിക്രമ കേസിലെ പരാതിക്കാരി ആഷ ആച്ചി ജോസഫ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് വീഴ്ച സംഭവിച്ചു, സിസ്റ്റം അവൾക്കൊപ്പം എന്ന് പറയുകയും അവൾക്കൊപ്പം അല്ലാതിരിക്കുകയും ചെയ്യുന്നു എന്നതാണ് നിലവിലെ സാഹചര്യം. ചൂണ്ടിക്കാണിച്ച തെറ്റുകൾ തിരുത്തപ്പെടുമെന്നാണ് കരുതുന്നതെന്നും ആഷ ആച്ചി ജോസഫ് പറഞ്ഞു. ന്യൂസ് 8 നൽകിയ അഭിമുഖത്തിലായിരുന്നു അവരുടെ വാക്കുകൾ. നേരത്തെ തന്നെ ഈ പരാതിയിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പിഴവിനെതിരെ അതിശക്തമായി രംഗത്തെത്തിയ വ്യക്തി കൂടിയാണ് ആഷ ആച്ചി ജോസഫ്. മുഖ്യമന്ത്രിയെ ആദ്യം ഇത് അറിയിക്കുന്നു, അതിനുശേഷം അവിടെ നിന്നാണ് ഈ നടപടികളുടെ തുടക്കം ഉണ്ടാകുന്നത്. പക്ഷേ താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ അത് താങ്കൾക്ക് വേണ്ടിയുള്ളതാണ് ആക്ഷൻ എന്ന് താങ്കൾക്ക് തോന്നുന്നില്ല. അവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് വീഴ്ച സംഭവിച്ചു എന്ന് കരുതുന്നുണ്ടോ? വീഴ്ച എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒരു അക്കൗണ്ടബിലിറ്റി, അതായത് ഒരു ഉത്തരവാദിത്വം നടത്തുന്നതിലുള്ള തകരാറ് എന്ന് പറയുന്നതായിരിക്കും നല്ലത്. കാരണം ഉത്തരവാദിത്വം അറിയാൻ വയ്യാത്ത ആൾക്കാരല്ലല്ലോ അവർ. ഉത്തരവാദിത്വം അറിയുന്നവരാണ്. തീർച്ചയായിട്ടും ഇങ്ങനെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ലെറ്റർ 4 മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സിന് കോപ്പി വെച്ചിട്ടാണ് അയക്കുന്നത്. അപ്പോൾ അതെല്ലാതും അത് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. എന്നാൽ അതേസമയം കോൺഫിഡൻഷ്യൽ ലെറ്റർ ആയിരുന്നു. അത് വേറെ ഒരു രീതിയിലും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ഇൻഫർമേഷൻ ഇല്ലാത്തത് കൊണ്ട് സംഭവിക്കുന്നതാണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. കാരണം കേരളം വളരെ നന്നായി ഗവേണൻസ് നടത്തുന്ന ഒരു സംസ്ഥാനമാണെന്നാണല്ലോ നമ്മളൊക്കെ ചിന്തിക്കുന്നത്. അങ്ങനെയാണ് താനും. അപ്പോൾ ഇതിന് ഒരു എന്തുകൊണ്ടാണ് ഈ പറയുന്ന അവൾക്കൊപ്പം എന്ന് പറയുകയും അവൾക്കൊപ്പം അല്ലാതിരിക്കുകയും ചെയ്യുന്ന പ്രവർത്തികൾ ഉണ്ടാകുന്നത് ഈ ചീഫ് മിനിസ്റ്ററുടെ ഓഫീസിൻ്റെയോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ മൊത്തമായിട്ടുള്ള രീതിയിൽ? അത് പോലീസ് തീർച്ചയായിട്ടും എൻ്റെ അടുത്ത് വന്ന പോലീസുകാരികളൊന്നും ഒരു രീതിയിലും എന്നോട് മോശമായിട്ട് പെരുമാറിയിട്ടില്ല. അവർ വളരെ സഭ്യമായ രീതിയിൽ വളരെ എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ കേസിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്ന രീതിയിൽ മാത്രമാണ് അവർ പെരുമാറിയിട്ടുള്ളത്. എനിക്ക് വളരെയധികം എന്താ പറയുക, എമ്പതിയാണ് അവരിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. പക്ഷേ അവർ പേഴ്സൺസ് എന്നുള്ള രീതിയിൽ അവരുടെ ട്രെയിനിങ് വളരെ മെച്ചമാണെന്ന് ഞാൻ കരുതുന്നു. പക്ഷേ ആ ട്രെയിനിങ് അവിടെ ഒതുങ്ങി നിൽക്കുന്നു. സിസ്റ്റം മൊത്തമായിട്ട് നോക്കുമ്പോൾ നമുക്ക് ഓരോരോ സ്ഥലത്തു നിന്ന് കിട്ടേണ്ട സപ്പോർട്ട്, അതിനാണ് നമ്മൾ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. ഒരു സിറ്റിസൺ ഇതുപോലെ ഒരു ക്രിമിനൽ ഒഫൻസ് റിപ്പോർട്ട് ചെയ്ത് സുവോ മോട്ടോ ആയിട്ട് കേസെടുക്കുമ്പോൾ അവിടെ ഗവൺമെൻറ്റിൻ്റെ അക്കൗണ്ടബിലിറ്റി വളരെ വളരെ പ്രധാനമാണ്. എല്ലാ സിസ്റ്റംസും, അതായത് പോലീസ്, നീതിന്യായ കോടതികൾ, ഇതെല്ലാതും പെരുമാറുന്നതിൻ്റെ ഒരു എൻവയൺമെൻറ്റ് വിക്ടിമിനെ വീണ്ടും വീണ്ടും വിക്ടിമൈസ് ചെയ്യുന്ന ഒരു എൻവയൺമെൻറ്റാണ്. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ പോയി പരാതിപ്പെടാനുള്ള മാനസികാവസ്ഥ പോലും താങ്കൾക്കുണ്ടായിരുന്നില്ല. പക്ഷേ താങ്കൾ മുഖ്യമന്ത്രിയെ രേഖാമൂലം ഇത് അറിയിക്കാൻ തീർച്ചപ്പെടുത്തുകയാണല്ലോ. നമുക്കറിയാം, മറ്റൊരു അതിജീവിതയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു കപ്പിൽ എഴുതിയ വാചകം പോലും കേരള സമൂഹം വലിയ രീതിയിൽ ചർച്ച ചെയ്തതാണ്. അപ്പോൾ അവൾക്കൊപ്പം എന്ന മെസ്സേജ് കൊടുക്കുന്ന പല വിധത്തിലുള്ള ഇടപെടലുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളതാണ്. അങ്ങനെ മനസ്സിൽ ഉറച്ചൊരു വിശ്വാസമാണോ ആദ്യം മുഖ്യമന്ത്രിയെ അറിയിക്കാം എന്ന നിലയിലേക്ക് താങ്കളെ എത്തിച്ചത്? നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ആക്ട്രസ് അസോൾട്ട് കേസിന് ശേഷം WCC തന്നെ ഞാൻ ഉൾപ്പെടെയുള്ള ഒരു സംഘം മുഖ്യമന്ത്രിയെ കാണുകയും അദ്ദേഹം വളരെ എംപത്തറ്റിക്കായിട്ട് സിനിമയിലുള്ള സ്ത്രീകളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനായിട്ടുള്ള മുൻകൈയെടുക്കുകയും അതേ വർഷം തന്നെ, അതായത് ഞങ്ങൾ മെയ്യിൽ കാണുന്നു, പിന്നെ ജൂണിൽ 2017 ഹേമ കമ്മിറ്റിയെ നിയോഗിക്കുന്നു. അതിനുശേഷം നമുക്കറിയാം ബാക്കി ഉള്ളത് ചരിത്രമാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ എനിക്ക് അദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തിൻ്റെ ഒരു രീതിയിൽ വളരെ മതിപ്പുള്ള ഒരാളുമാണ് ഞാൻ. എന്നുവെച്ചാൽ ഒരു മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ വളരെ ഗൗരവമായി കാര്യങ്ങൾ എടുക്കുകയും കാര്യങ്ങളെ സ്ത്രീ സുരക്ഷയെക്കുറിച്ച് വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാടുള്ള ഒരു ഗവൺമെൻറ്റാണ് എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിൽ പ്രത്യേകിച്ച് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. അത് തീർച്ചയായിട്ടും ഞാൻ എഴുതി കഴിഞ്ഞപ്പോൾ അടുത്ത 4 ദിവസത്തിനകം എൻ്റെ മൊഴിയെടുക്കാനായിട്ട് ആൾക്കാർ വരികയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ തോന്നുന്നത് യഥാർത്ഥത്തിൽ ഇത് നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയാണ് നമുക്ക് തോന്നുന്നത്. അപ്പം
അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു സംശയം തോന്നിയില്ല. അത് എനിക്ക് എന്ന് പറഞ്ഞാൽ വളരെ ദിവസം വളരെ 1-2 മാസങ്ങൾക്ക് ശേഷമാണ് എനിക്ക് വിശ്വാസം നഷ്ടപ്പെട്ടത്. അതുവരെ യഥാർത്ഥത്തിൽ ഞാൻ എന്തോ സംഭവിക്കാനിരിക്കുന്നു, ഇനിയും എന്തോ സംഭവിക്കും. പ്രധാനമായിട്ടും ഈ എഗൈൻ ബാക്ക് ടു ദ പോഷ് ആക്ട്, ആ ആക്റ്റിൽ പറയുന്നത് നമ്മൾ ഇങ്ങനെ കുറ്റകരമായ ഒരു പ്രവൃത്തി കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഔദ്യോഗികമായുള്ള എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും മാറ്റി നിർത്തണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നടന്നത് ഔദ്യോഗികമായ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടു അദ്ദേഹം. പക്ഷേ ഒരു രീതിയിലുള്ള പബ്ലിക് കമ്മ്യൂണിക്കേഷനും അതിൽ നടന്നില്ല. എന്നോടും ആരും കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല. വാക്കാലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അദ്ദേഹം IFFKയിൽ വരില്ല, നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾ വന്നോളൂ, എനിക്ക് പേടിയൊന്നുമില്ല, പക്ഷേ നിങ്ങൾ വരണം. പിന്നെ അതുപോലെ അദ്ദേഹത്തിൻ്റെ പേര് IFFKയുടെ ബുക്കിലുണ്ടാവില്ല. പക്ഷേ നിയമത്തിനോടനുസരിച്ച് എഗെയിൻ കമ്മിങ് ബാക്ക് ടു ഉത്തരവാദിത്തത്തോടു കൂടിയുള്ള ഒരു ഒഫീഷ്യലായ പ്രവർത്തനം ഉണ്ടായില്ല എന്നുള്ളതാണ്. അതായത് നമുക്കറിയാമല്ലോ, നമ്മളൊരു കത്തെഴുതുമ്പോൾ നമ്മൾ മറുപടി പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ മറുപടി ആക്ഷനായിട്ട് വരുമ്പോൾ വീണ്ടും നമ്മൾ വിചാരിക്കുന്നു അത് നല്ലതിനാണ് എന്ന് വിചാരിക്കുന്നു. പക്ഷെ അങ്ങനെ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള അക്കൗണ്ടബിൾ ആയിട്ടുള്ള പ്രവർത്തനം ഉണ്ടായില്ല. അതിശക്തമായ നിലപാടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ അടക്കം ആഷ ആച്ചി ജോസഫ് സ്വീകരിക്കുന്നത്. തൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു എന്നതാണ് അവർക്ക് ഈ തുറന്നു പറച്ചിലിന് കാരണം. തനിക്ക് നിലനിൽക്കണമെന്നതുകൊണ്ടാണ് പരാതി നൽകുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ചവരുടെ പേരിപ്പോൾ പറയാത്തതെന്ന് ആഷ ആച്ചി ജോസഫ് പറയുന്നുണ്ട്. തന്നെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലേക്ക് ഇപ്പോൾ പോകാനാവില്ല. ആവശ്യമുള്ള സമയത്ത് അവരുടെ പേരുകൾ പറയുമെന്നും ആഷ ആച്ചി ജോസഫ് പറയും. എനിക്ക് നിലനിൽക്കണമല്ലോ, ഞാൻ എല്ലാതും പുറത്തു പറഞ്ഞ് എന്നെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് പോകാൻ പറ്റില്ല. കാരണം എനിക്ക് ഇത് പുറത്ത് കൊണ്ടുവരണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ഒരിക്കലും എനിക്ക് ഈ കാര്യം നടന്ന ഉടനെ വന്ന് മാധ്യമങ്ങളോട് പറയുകയല്ല ചെയ്തത്. ഞാൻ വളരെ കൃത്യമായിട്ട് എന്താണോ ഈ നാടിൻ്റെ നിയമം അത് അനുശാസിക്കുന്ന കാര്യങ്ങൾ മുഴുവനും പിന്തുടർന്നതിന് ശേഷമാണ് ഇപ്പോൾ ഞാനിവിടെ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് ഓരോ ഘട്ടത്തിനെക്കുറിച്ചും കൃത്യമായ ധാരണയുണ്ട്. എന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചവർ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാളും വലിയൊരു ദോഷം ചെയ്യുകയല്ല ചെയ്തിരിക്കുന്നത്. അവരുടെ ക്രൈം അതാണ്. അതെനിക്ക് നല്ല ബോധ്യമുണ്ട്. അത് ആവശ്യമുള്ള സമയത്ത് ഇതിനെ സഹായിക്കുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് പുറത്തു പറയാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പുറത്തു പറയുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വളരെ ശക്തമായ വാക്കുകൾ തന്നെയാണ് ആഷ ആച്ചി ജോസഫിൻ്റേത്. ഒപ്പം തന്നെ എടുക്കുന്ന നിലപാടിൽ കൂടുതൽ വ്യക്തത വരുത്താൻ അവർ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് എന്നതാണ് സാഹചര്യം. ഇന്നലെ MG രേണുകയാണ് അവരുമായി വിശദമായി കാര്യങ്ങൾ സംസാരിച്ചത്. രേണുക തന്നെ നമുക്കൊപ്പമുണ്ട്. രേണു, അവർ പറയുന്ന കാര്യങ്ങളിൽ വ്യക്തത പുലർത്താൻ ആഷ ആച്ചി ജോസഫിന് കഴിയുന്നുണ്ട്. കാരണം ഒരു പരാതി കൊടുത്തു, അതിനുവേണ്ടി കൃത്യമായി കാത്തിരുന്നു, പക്ഷേ ഉണ്ടായില്ല. ഇതാ ഇപ്പോൾ തുറന്നു പറയേണ്ടി വരുന്നത് നീണ്ട നാളുകളായി പരാതി നൽകിയിട്ടും പരാതി നൽകിയ വ്യക്തി ആർക്കെതിരെയാണോ പരാതി നൽകിയത് അയാൾ സുരക്ഷിതനാണ്, അയാൾ എല്ലാ തരത്തിലുള്ള പരിഗണന നേടി സമൂഹത്തിൽ ജീവിക്കുന്നു. സ്വാഭാവികമായും ആ പരാതിക്കാർക്ക് ഉണ്ടാകുന്ന ഒരു വേദനയാണ്. അപ്പോൾ മുഖ്യമന്ത്രി സംരക്ഷകനാവും എന്ന് കരുതിയെടുത്ത് മുഖ്യമന്ത്രി ആ സംരക്ഷണമേ നൽകിയില്ല എന്ന് തുറന്നു പറച്ചിൽ നടത്തുമ്പോൾ ഇതിനേക്കാൾ കൂടുതൽ രൂക്ഷമായ ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്നുകൂടി ആ ഇൻ്റർവ്യൂവിൽ നിന്ന് അവർ പറഞ്ഞു വെക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെയാണോ ആഷ ആച്ചി ജോസഫിന് ഇതിൽ ഇനിയും കൃത്യമായ ചില കാര്യങ്ങൾ തുറന്നു പറയാനുണ്ട്, പക്ഷേ ഇപ്പോൾ അതിന് അവസരമായിട്ടില്ല, ആ ഒരു തോന്നലാണോ, ആ ഒരു പറച്ചിലാണോ അവർ നടത്തുന്നത്? എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായ ബോധ്യം ഉള്ള വ്യക്തിയാണ് താൻ എന്ന് ആഷ ആച്ചി ജോസഫ് പറയുന്നുണ്ട്. ഓരോ സ്റ്റെപ്പിലും എന്താണ് എടുക്കേണ്ട നിലപാടുകൾ എന്നതിനെക്കുറിച്ച് തനിക്ക് വ്യക്തതയുണ്ട് എന്നതാണ് ആഷ ആച്ചി ജോസഫ് പറയുന്നത്. അത് സജിത്ത് പറഞ്ഞതുപോലെ കൂടുതൽ തുറന്നു പറച്ചിലുകളോ കൂടുതൽ നിലപാടുകളോ ഈ കാര്യത്തിൽ എടുക്കേണ്ടി വരുമെങ്കിൽ ആ ഘട്ടത്തിൽ അത് ഏത് ഘട്ടമാണ് എന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ട്. ആ ഘട്ടത്തിൽ അവർ അത് സ്വീകരിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. ഒരു തരത്തിലും പിന്നോട്ട് പോക്കില്ല ഈ വിഷയത്തിൽ എന്നത് അവർ പറയുന്നുണ്ട്. ഇത് ആദ്യമായി തുറന്നു പറയേണ്ടി വന്ന സാഹചര്യം എന്താണ് എന്നത് ആശ പറയുന്നു. ഞാൻ ഒരു സംഭവം ഉണ്ടായപ്പോൾ, ഒരു ദുരനുഭവം ഉണ്ടായപ്പോൾ ആദ്യം വന്ന് മാധ്യമങ്ങളോട് പറയുകയല്ല ചെയ്തത്. നമ്മുടെ നീതിന്യായ സംവിധാനം എന്താണോ പറയുന്നത് ആ വിധത്തിൽ ഞാൻ പ്രവർത്തിച്ചു. അതിന് നീതി കിട്ടുമോ എന്ന് കാത്തിരുന്നു, ഉണ്ടായില്ല. അവിടെ വലിയ വീഴ്ച സംഭവിക്കുന്നു, നീതി നിഷേധം സംഭവിക്കുന്നു എന്ന് തോന്നിയ ഘട്ടത്തിലാണ് താൻ മാധ്യമങ്ങളോട് തുറന്നു പറയാൻ തയ്യാറാകുന്നതെന്ന് പറയുന്നു. തന്നെ അതിജീവിത ഇരാവിളികൾ
വിഷമിപ്പിച്ചു എന്ന് പറഞ്ഞു. ആ സംഭവം ഉണ്ടാക്കിയ മനോവിഷമം എത്രയാണ് എന്ന് ആശ ആച്ചി ജോസഫ് പറയുന്നു. ആശ ആച്ചി ജോസഫിന്റെ ലേഖനം വന്നത് മുതലാണ് ഇത് വലിയ രീതിയിലുള്ള വാർത്തയാവുന്ന. ആ സാഹചര്യത്തിലാണ് നമ്മളോടും അവർ സംസാരിക്കുന്നത്. അപ്പോൾ ആദ്യം ഈ വിഷയം വരുമ്പോൾ ഇതൊരു സിസ്റ്റത്തിന്റെ ഇററാണ് എന്ന രീതിയിലാണ് അവരുടെ ആദ്യ പ്രതികരണം വരുന്നത്. ആ വിഷയത്തിൽ നമ്മൾ ഉൾപ്പെടെ നമ്മുടെ പ്രൈം ഡിബേറ്റിൽ ഞാൻ ചർച്ച നടത്തുമ്പോൾ ഇടത് സഹയാത്രികനായ ചർച്ചയിൽ പങ്കെടുത്ത വ്യക്തി ഉൾപ്പെടെ പറഞ്ഞത് ഇത് സിസ്റ്റത്തിൽ വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, പക്ഷേ മുഖ്യമന്ത്രി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്തിട്ടുണ്ട് എന്ന രീതിയിലാണ് ഇടത് സഹയാത്രികൾ ഉൾപ്പെടെ ഇതിനെ നോക്കിക്കണ്ടത്. അവിടെയാണ് ആശ ആച്ചി ജോസഫ് നമുക്ക് നൽകിയ അഭിമുഖത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് മുഖ്യമന്ത്രിക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് തുറന്നു പറച്ചിൽ നടത്തുന്നത്. സജിത്ത് നോക്കൂ, ഇതിൽ എന്താണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് സംഭവിച്ച വീഴ്ച, മുഖ്യമന്ത്രിക്ക് സംഭവിച്ച വീഴ്ച എന്ന് എണ്ണമിട്ട് പറയുന്നുമുണ്ട് ആശ ആച്ചി ജോസഫ്. മുഖ്യമന്ത്രിക്ക് താൻ എന്തുകൊണ്ട് പരാതി കൊടുക്കുന്നു എന്ന് നോക്കുമ്പോൾ അവിടെ WCCയുടെ രൂപീകരണം മുതൽ മുഖ്യമന്ത്രിയുമായി അടുത്ത് പല കാര്യങ്ങൾക്കും ബന്ധപ്പെട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് ഈ വിഷയങ്ങളിലുള്ള നിലപാട് എന്താണെന്നത് മനസ്സിലാക്കിയിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിക്ക് തന്നെ ഇത് കത്തിലൂടെ അറിയിക്കാൻ തീരുമാനിക്കുന്നത്. മാത്രവുമല്ല, ചലച്ചിത്ര അക്കാദമിയുമായി ബന്ധപ്പെട്ട് ഒരു വർക്ക് പ്ലേസിലുണ്ടായിട്ടുള്ള അതിക്രമമാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ ചുമതല വഹിക്കുന്ന വ്യക്തി എന്ന നിലയിൽ മുഖ്യമന്ത്രിയെ തന്നെ അറിയിക്കണം എന്ന ധാരണയിൽ അവിടേക്ക് മുഖ്യമന്ത്രിയെ ഇതിൽ രേഖാമൂലം അറിയിക്കുകയാണ്. ഇങ്ങനെ ഒരു സംഭവം ഒഫീഷ്യലായി അറിയുമ്പോൾ എങ്ങനെയാണ് അതിൽ പ്രതികരിക്കേണ്ടത് എന്നത് നമ്മുടെ സംവിധാനത്തിലുണ്ട്. പക്ഷേ തനിക്കൊരു മറുപടി പോലും ലഭിച്ചില്ല എന്ന് പറയുന്നു. ഒരു അതിജീവിത അവർ വർക്ക് പ്ലേസിൽ നേരിട്ട ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് ഒരു കത്തയക്കുമ്പോൾ ആ കത്തിനൊരു മറുപടി അയക്കുക എന്നതൊരു അടിസ്ഥാനമായിട്ടുള്ള ഒരു ഇടപെടൽ രീതിയാണ്. പക്ഷെ അതുണ്ടായില്ല. ആ അതിജീവിതയോട് ആ വിഷയത്തിൽ അവർ എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ ആലോചിക്കുന്നത് എന്ന് അവരുടെ തീരുമാനം, അവരുടെ നിലപാട് എന്താണെന്നത് ആരായണം. അതൊരു മിനിമം മര്യാദയാണ്. അതുണ്ടായില്ല. തന്നോട് ആലോചിച്ചില്ല. 4 ദിവസത്തിന് ശേഷം കുറച്ച് പോലീസുകാർ വന്നു. അവർ തന്നോട് നല്ല രീതിയിൽ പെരുമാറി. ആദ്യമുണ്ടായ സംശയങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഇത് തൻ്റെ നല്ലതിന് വേണ്ടിയായിരിക്കും, തനിക്ക് നീതി കിട്ടാൻ വേണ്ടിയായിരിക്കും എന്ന് പറഞ്ഞ് ആ നിയമ നടപടികളിൽ താൻ സഹകരിച്ചു. പക്ഷേ അതിനുശേഷം FIR രജിസ്റ്റർ ചെയ്യാൻ കൂടുതൽ സമയമെടുത്തു. എന്തുകൊണ്ട് FIR വൈകുന്നു എന്ന് താൻ ആശങ്കപ്പെട്ടു. 14 ദിവസത്തിന് ശേഷമാണ് FIR രജിസ്റ്റർ ചെയ്തത്. അതിനുശേഷം ഈ പ്രതിക്ക് ഈ ചലച്ചിത്ര അക്കാദമിയുടെ മലയാള വിഭാഗത്തിലെ സ്ക്രീനിംഗ് കമ്മിറ്റി നടക്കുമ്പോഴാണല്ലോ ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വ്യക്തിയെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുക എന്നതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. പക്ഷേ അങ്ങനെ ഒരു നടപടി ഉണ്ടായി എങ്കിൽ പോലും അതൊരിക്കലും ഒഫീഷ്യലായില്ല എന്നത് ചൂണ്ടിക്കാട്ടുന്നു. മുഖ്യമന്ത്രിയെ അറിയിച്ചതാണ്, മുഖ്യമന്ത്രിക്ക് ഇൻഫർമേഷൻ ഇല്ലാത്തതല്ല. അപ്പോൾ ഇതിലൊരു നടപടി എടുക്കുമ്പോൾ ആദ്യം അത് ഒഫീഷ്യലായി തന്നെ പ്രഖ്യാപിക്കണം. ഇന്ന കാരണത്താൽ ഇയാളെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തുന്നു എന്ന ഒരു കുറിപ്പെങ്കിലും ഇറങ്ങണം. പക്ഷെ അത്തരം ഒരു അറിയിപ്പും ഉണ്ടായില്ല, ഒഫീഷ്യലായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനും ഉണ്ടായില്ല. വാക്കാൽ പറഞ്ഞുകൊണ്ട് അയാളെ ആ ചുമതലയിൽ നിന്ന് ഒഴിവാക്കുകയായിരുന്നു. ഒരു തരത്തിൽ അയാൾക്കൊരുക്കിയ ഒരു സംരക്ഷണ കവചമാണ് അത് എന്നതാണ് ആശ ആച്ചി ജോസഫ് പറയുന്നത്. അങ്ങനെ ഒഫീഷ്യലായിട്ട് ഉണ്ടായിട്ടില്ല. തന്നോട് ഭയപ്പെടേണ്ടെന്നും വന്ന് ജോലി തുടരാനും ആവശ്യപ്പെടുകയാണ്. എനിക്ക് അങ്ങനെ ഒരു ഭയപ്പാടില്ല. പക്ഷേ അയാൾക്ക് സംരക്ഷണം ഒരുക്കിക്കൊണ്ട് ആ നടപടി പോലും ഒഫീഷ്യലായി പെരുമാറാതെ താൻ ഒഫീഷ്യലായി നൽകിയ ഒരു അറിയിപ്പിൽ അൺഒഫീഷ്യലായിട്ടുള്ള രീതിയിലാണ് ആ വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അവിടെ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും വീഴ്ച സംഭവിച്ചു എന്ന് ആശ പറയുന്നു. ആ മാറ്റി നിർത്തൽ പോലും ഒഫീഷ്യലാകാതെ പോയി. അതിനുശേഷം തന്നെ ആക്രമിക്കുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളില്ലാത്ത വ്യക്തി അതേ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞ് നിയമ സംവിധാനത്തിന് മുന്നിൽ നിന്ന് ജാമ്യം തേടിപ്പോകുന്ന സാഹചര്യമുണ്ടായി. ആ തരത്തിലൊക്കെ വലിയ വീഴ്ചയും വലിയ നീതി നിഷേധവുമാണ് തനിക്ക് അനുഭവിക്കേണ്ടി വന്നു എന്ന് പറയുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ WCCയുടെ രൂപീകരണം മുതൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടൊക്കെ മുഖ്യമന്ത്രിയുമായി അടുത്ത് ഇടപഴകുമ്പോൾ, മുഖ്യമന്ത്രിയുമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇടപഴകുമ്പോൾ ഉണ്ടായിട്ടുള്ള മുഖ്യമന്ത്രിയിലുള്ള വിശ്വാസം തനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ ഘട്ടത്തിലാണ് താൻ ഇത് വന്ന് പുറത്ത് പറയാൻ നിർബന്ധിതമാകുന്നത് എന്ന സാഹചര്യം ആശ ആച്ചി ജോസഫ് പറയുന്നു. പക്ഷേ ഇതൊരു തിരുത്തലാണ്. അടുത്ത എൻ്റെ ചോദ്യം, ഇതിൽ ഇങ്ങനെ തുറന്നു പറച്ചിലുണ്ടാകുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് നോക്കുമ്പോൾ ഇതൊരു തിരുത്തൽ പ്രക്രിയയ്ക്ക് തൻ്റെ ഈ തുറന്നു പറച്ചിൽ ഇട നൽകും എന്നതാണ് താൻ പ്രതീക്ഷിക്കുന്നത് എന്നതാണ് ആശ ആച്ചി ജോസഫ് പറയുന്നത്. തൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു, പക്ഷേ ഇതൊരു തിരുത്തലാകട്ടെ, തനിക്ക് നീതി കിട്ടും എന്ന് തന്നെ താൻ പ്രതീക്ഷിക്കുകയാണ്. ഈ പോരാട്ടത്തിൽ നിന്ന് ഒരിക്കലും പിന്നോട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇത് മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും പറ്റിയ വീഴ്ചയാണ് ഈ സംഭവത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ആശ പറയുന്നത്. യെസ്, എന്തായാലും ഗുരുതരമായ കാര്യം. രേണു, ഒരു കാര്യം കൂടിയുണ്ട്. ഇതിൽ തന്നെ പരാതിയിൽ നിന്നും പിൻവലിപ്പിക്കാൻ ശ്രമിച്ച ഒരു വ്യക്തിയുണ്ട്.
അത് ആരാണെന്ന് പറയുന്നില്ലെങ്കിലും അത് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായോ സർക്കാരുമായോ ബന്ധപ്പെട്ട വ്യക്തിയാണെന്ന് ഏറെക്കുറെ ഉറപ്പമാണ്. കാരണം അത് ഇപ്പോൾ പറയാത്തതിൻ്റെ കാരണം അവർ തന്നെ പറയുന്നുണ്ട്. നോക്കുക, ഇന്നത്തെ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ സമാനമായ മറ്റൊരു പരാതിയിൽ ചോദ്യം ചെയ്യലിന് വിധേയനായിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ വാർത്തയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒരു വശത്ത് ഇത് നിൽക്കുമ്പോൾ തന്നെയാണ് നമുക്ക് ഈ മറ്റൊരു തരത്തിൽ മറ്റൊരാൾ നേരിട്ട പീഡനത്തിൽ അതിക്രമത്തിൽ ഇടപെടൽ ഉണ്ടായില്ല, അവിടെ സംവിധാനത്തിൻ്റെ സിസ്റ്റത്തിൻ്റെ ഇടപെടൽ ഉണ്ടായില്ല എന്ന് പരാതി കേൾക്കേണ്ടി വരുന്നത്. യഥാർത്ഥത്തിൽ ഇത് ഇടപെട്ട വ്യക്തി ഈ പരാതി നൽകാതിരിക്കാൻ ബോധപൂർവമായി ഒരുപക്ഷെ സർക്കാരിനെ വിവാദത്തിൽ പെടുത്തരുത് എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ആവാം ആ പരാതി പിൻവലിപ്പിക്കാൻ ശ്രമിച്ചത്. അത് ഒരു സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്ന വ്യക്തിയാണ് എന്ന സൂചന തന്നെയാണോ അഭിമുഖത്തിൽ ആശ ആച്ചി ജോസഫ് പങ്കുവയ്ക്കുന്നത്? ആശ എന്താണോ ഈ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അതാണ് ആശ ആച്ചി ജോസഫ് പറഞ്ഞിട്ടുള്ളത്. അതിനപ്പുറം ഒന്നും പറഞ്ഞിട്ടില്ല. അവർ പറയേണ്ട സമയത്ത് മാത്രമേ അത് പറയുകയുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആശ പറയുന്നത് അത് സർക്കാരിന്റെ ഭാഗമായിട്ടുള്ളവരാണോ അല്ലയോ എന്നതൊന്നും വ്യക്തമാക്കിയിട്ടില്ല. PT കുഞ്ഞുമുഹമ്മദിന്റെ ദൂതരാണ് തന്നെ കണ്ടത് എന്ന നിലയിലാണ് അവർ പ്രതികരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചിലർ തന്നെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അവർ ചെയ്തിട്ടുള്ള ക്രൈം ഞാൻ അവരോട് ചോദിക്കുമ്പോൾ ഇതൊരു ക്രൈമല്ലേ, അവരും ചെയ്തതൊരു ക്രൈമല്ലേ, ഒരു ക്രൈം മൂടി വെക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അവരും ചെയ്യുന്നത് ഒരു ക്രൈമല്ലേ എന്ന് പറയുമ്പോൾ അത് ആദ്യ ക്രൈമിന് അത്രയും വലിയ ക്രൈമല്ല എങ്കിൽ പോലും അതും ഒരു ക്രൈമാണ്. പക്ഷേ ആ ക്രൈമാണ് അവർ ചെയ്തിരിക്കുന്നത്. തനിക്ക് നിലനിൽക്കണമല്ലോ, അതുകൊണ്ട് താൻ ഈ ഘട്ടത്തിൽ കൂടുതൽ തുറന്നു പറച്ചിലുകൾ നടത്തുന്നില്ല, അതിനെക്കുറിച്ച് കൂടുതൽ തുറന്നു പറച്ചിലുകൾ നടത്തുന്നില്ല. പക്ഷേ തനിക്ക് നീതി കിട്ടണം. ആ നീതി കിട്ടാനുള്ള പോരാട്ടത്തിൽ ഏത് ഘട്ടത്തിലാണോ അത് ആവശ്യം വരുന്നത് ആ ഘട്ടത്തിൽ ഞാൻ ആ കാര്യങ്ങൾ വേണമെങ്കിൽ തുറന്നു പറയുമെന്ന് പറയുന്നു. പക്ഷേ ആ ഘട്ടം ആശ ആച്ചി ജോസഫ് തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പോഴല്ല. ഇപ്പോൾ ആ തുറന്നു പറച്ചിൽ താനില്ല, തനിക്ക് നിലനിൽക്കണമല്ലോ എന്നതാണ് പറയുന്നത്. അത് ഒരു ലൈഫ് ത്രെട്ട് ആണോ എന്ന് തരത്തിൽ ഞാൻ ചോദിക്കുന്നുണ്ട്. അപ്പോഴും ആ കാര്യങ്ങളിൽ കൂടുതൽ വിശദീകരണത്തിനില്ല. അവർ ചെയ്തിരിക്കുന്നതും ക്രൈമാണ്, ഇതിനെ മറച്ചു പിടിക്കാൻ അവർ ശ്രമിച്ചിരിക്കുന്നു. പക്ഷേ അത് ഈ ഘട്ടത്തിൽ താൻ തുറന്നു പറയുന്നില്ല എന്നതാണ് പറയുന്നത്. അവർ ഇതിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ല. അവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പഠിക്കുകയും അറിയുകയും ഒക്കെ ചെയ്തവരാണ്. തനിക്ക് പോലീസ് കംപ്ലൈൻറ്റ് കൊടുത്ത് സ്വന്തം നിലയിൽ അതിനോട് ഈ രീതിയിൽ പ്രതികരിച്ചു പോകണമെന്നായിരുന്നില്ല ആഗ്രഹം. ഇതൊരു വർക്ക് പ്ലേസിൽ ഉണ്ടായിട്ടുള്ള അതിക്രമമാണ്, അതിഗുരുതരമായ അതിക്രമമാണ്. മറ്റെല്ലാ കേസുകളും പോലെയാണ് ഇത് കൈകാര്യം ചെയ്യപ്പെട്ടത്. സർക്കാർ തന്നെ ജോലി ചെയ്യാനായി വിളിപ്പിച്ചതാണ്. അവിടെ ഉണ്ടായിട്ടുള്ള സംഭവത്തെ സർക്കാർ ഈ രീതിയിലാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിലൊരു ഒഫീഷ്യലായിട്ട് എടുക്കേണ്ടുന്ന നിലപാടുകളൊന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ല. ഇതിൽ താൻ ഒരു ഇഞ്ച് പിന്നോട്ടില്ല. ഈ പോരാട്ടം തുടരും. ആ ഘട്ടത്തിൽ എപ്പോഴാണോ ഈ തന്നെ പിന്തിരിപ്പിക്കാൻ ഇടപെട്ടവരെ കുറിച്ച് പുറത്തു പറയേണ്ടി വരുന്നത് ആ സമയത്ത് ഞാൻ ഇത് പറയുമെന്ന് ആശ ആച്ചി ജോസഫ് പറയുന്നു. സജിത് സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിനെ കൂട്ടിക്കെട്ടേണ്ടതില്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ആദ്യം ഒരു പരാതി ഉണ്ടാകുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് പല ഒളിയിടങ്ങൾ മാറി താമസിച്ച് രക്ഷപ്പെടാൻ പറ്റുന്ന തരത്തിൽ നമ്മുടെ സംവിധാനങ്ങൾ മാറി നിൽക്കുകയായിരുന്നു. രണ്ടാമത്തെ പരാതിയിലും അറസ്റ്റ് ഉണ്ടായില്ല. മൂന്നാമത്തെ പരാതിയിലാണ് അറസ്റ്റ് ഉണ്ടാകുന്നത്. അതൊരു പക്ഷേ രാഷ്ട്രീയ നേട്ടങ്ങൾ എന്തെങ്കിലും അതിന് പിന്നിലുണ്ടോ എന്നുള്ളത് നമുക്ക് സംശയിക്കാം. പക്ഷേ ഏറ്റവും ആദ്യം ഓടി ഒരു നടപടി ഉണ്ടായി ആ കേസിലെന്നും നമുക്ക് കരുതാൻ പറ്റത്തില്ല. ഇവിടെ അവൾക്കൊപ്പം എന്ന് പറയുകയും അവൾക്കൊപ്പം അല്ലാതെ മാറുകയും ചെയ്യുന്നു മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും ഈ സിസ്റ്റവുമാകെ എന്നതാണ് ആശ ആച്ചി ജോസഫ് പറയുന്നത്. അവൾക്കൊപ്പം എന്ന് പറയുമ്പോൾ അവൾക്കൊപ്പം അല്ല നമ്മുടെ സംവിധാനങ്ങൾ എന്നത് അവർ ആവർത്തിച്ച് നമുക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. അത് ചില സംഭവങ്ങളിൽ ചില സമയങ്ങളിൽ രാഷ്ട്രീയ പ്രേരിതമായി അത്തരം നിലപാടുകൾ ഉണ്ടാകാം. പക്ഷേ നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കേസുമായി ഇതിനെ ബന്ധപ്പെടുത്തണം എന്നെനിക്ക് കരുതുന്നില്ല. കാരണം അവിടെയും നമ്മുടെ സിസ്റ്റത്തിന് മൂന്നാമത്തെ തവണ മാത്രമാണ് ആ രീതിയിലൊരു അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോകുന്നത് സംഭവം ഉണ്ടായിട്ടുള്ളത്. ഇവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് മുഖ്യമന്ത്രിക്ക് ഒക്കെ ഇതിൽ വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഒരു അസാധാരണമായിട്ടുള്ളൊരു കേസാണ്. അതിനെ ഒരു തരത്തിലും ഒഫീഷ്യലായിട്ടല്ല ഈ സംവിധാനം കൈകാര്യം ചെയ്തിരിക്കുന്നത്. തനിക്ക് ആ തരത്തിലുള്ള വിശ്വാസങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ടപ്പോഴാണ് താൻ അത് തുറന്നു പറച്ചിലുമായി രംഗത്ത് വന്നതെന്ന് പറയുന്നു. അതിൽ സജിത്ത് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഇതിൽ ഇടപെട്ടവർ ആരൊക്കെയാണോ, പിന്തിരിപ്പിക്കാൻ ഇടപെട്ടവർ ആരൊക്കെയാണോ അവരെക്കുറിച്ചുള്ള തുറന്നു പറച്ചിലുകൾ അതിൻ്റെ ശരിയായ സമയത്ത് താൻ പുറത്തു പറയും എന്നതാണ് ആശ ആച്ചി ജോസഫ് പറയുന്നത്. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും ഇടതുപക്ഷ സർക്കാരിൻ്റെ അല്ലെങ്കിൽ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഒരു മുഖമുദ്രയായി അവർ മുന്നോട്ട് വെച്ചിരുന്നത് സ്ത്രീ സുരക്ഷയാണ്. സ്ത്രീകൾക്ക് സുരക്ഷ ഞങ്ങളുടെ ഉറപ്പ്, ഇതായിരുന്നു ഒരു ഇമേജ്. അതിൻ്റെ തുടക്കത്തിൽ ഈ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ എടുത്ത നിലപാടുകൾ പിന്നീട്